ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ അതിന് വേണ്ടിയിട്ട് അനസ്തേഷ്യ ഡോക്ടറെ കാണാനും പിന്നെ എക്സ്റേ ECG പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒംഗോ സർജനെ പോയി കാണാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിതൊക്കെ ചെയ്തതിന് ശേഷം ഒംഗോ സർജൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് CT സ്കാനിങ് എടുക്കണം, പിന്നെ കൊളോണോസ്കോപ്പി ചെയ്യണം, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട്, അത് ചെയ്യാനുണ്ട്, പിന്നെ ഇത് MRIൻ്റെ CD അപ്പോൾ CD കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ചെയ്തതിന് ശേഷം കാണിക്കാൻ ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ CT സ്കാനിങ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഡേറ്റ് കിട്ടിയത്. അങ്ങനെ പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും CT എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അത് തലേ ദിവസം ഞങ്ങൾക്ക് രാത്രി 10 മണിക്ക് വയറ് ക്ലീൻ ചെയ്യാനുണ്ടായിന്, പിന്നെ രാവിലെ 7 മണിക്കും വയറ് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ അഡ്മിറ്റും അല്ല, അപ്പോൾ അത് കാരണം നമുക്ക് വന്ന് പോകാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളവിടെ റൂം എടുത്ത് നിന്നു. അങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്ത് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ അന്ന് ഗൈനക്കിൻ്റെ OP ഉണ്ടായിന്. അപ്പോൾ അവിടെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി കൊളോണോസ്കോപ്പിയും കൂടെ ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ടില്ല ഇതിൽ തന്നെ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഇന്ന് ചെന്നിട്ട് അത് ചെയ്തതിന് ശേഷം ഓംഗോ സർജൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് വരുമ്പോൾ പിന്നെ ഓപ്പറേഷത്തിനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ കൊളോണോസ്കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പോയി നോക്കുമ്പോൾ അപ്പോൾ അന്ന് ഗ്യാസ്ട്രോൻ്റെ OP ഇല്ല, പിന്നെ വേറൊരു ദിവസമാണുള്ളത്. അപ്പോൾ പിന്നത്തെ ദിവസം ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ 8 മണിയൊക്കെ ഞങ്ങൾ എത്തുമ്പോൾ 7:30 മണിയാകുമ്പോഴേക്ക് ടോക്കൺ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് പിറ്റത്തെ ആഴ്ചയാണ് പിന്നെ ഡോക്ടർ വരുന്നത്. അപ്പോൾ പിന്നെയും നേരം വൈകുകയാണല്ലോ, പിന്നെ കൊളോണോസ്കോപ്പി ചെയ്യാനുള്ള ഡേറ്റും ഒക്കെ കിട്ടുമ്പോഴേക്കും നേരം വൈകും. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് പിന്നെ എടപ്പാൾ പോയിട്ട് ഞങ്ങൾ കൊളോണോസ്കോപ്പി ചെയ്തു. അങ്ങനെ പിന്നെ എല്ലാ റിപ്പോർട്ടും കൂടിയിട്ടാണ് ഞങ്ങളോട് ഒംഗോ സർജൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.